ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റംസാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കാണ്. പാലക് ബജിയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പാലക് പക്കോട. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ പാലക് പക്കോട. നല്ല ക്രിസ്പിയാണ് പാലക് ബജി. പാലക്കിൻ്റെ ഇല 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഒത്തിരി വലിയ ഇലയല്ല എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസും ചെറിയ സൈസും ഒക്കെ ആയിട്ടുള്ള ഇലകളാണ് എടുത്തിട്ടുള്ളത്. പാലക്കിൻ്റെ ഇല നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ആ ഇല നല്ലതുപോലെ തുടച്ച് ക്ലീനാക്കി എടുക്കണം. അതിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. പാലക്കിലയുടെ 2 സൈഡിലുള്ള വെള്ളം നല്ലതുപോലെ തുടച്ച് ഡ്രൈ ആക്കി എടുക്കണം. ഈ പക്കോട ഉണ്ടാക്കാനുള്ള മാവിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഞാൻ വറുത്ത അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1/4 കപ്പ് അപ്പത്തിൻ്റെ പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. മുക്കാൽ കപ്പ് മുതൽ 1 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ച് നോക്കിയിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നീട് വേണമെങ്കിൽ മാത്രം വെള്ളം എക്സ്ട്രാ ചേർത്താൽ മതി. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് ബാറ്റർ, തിക്ക് ബാറ്റർ ആയിരിക്കണം. ഇനി പാലക്കിൻ്റെ എല്ലാം ഓരോന്നും എടുത്തിട്ട് മാവിൽ മുക്കി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ പാലക്കിൻ്റെ എല്ലാം ആ മാവിൽ നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ആ മാവ് വരുന്ന രീതിയിൽ നല്ലതുപോലെ മുക്കിയെടുക്കണം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ബാച്ച് ആയാലും ഞാനിപ്പോൾ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി തീ ഒന്ന് കൂട്ടി വയ്ക്കണം. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ എപ്പോഴും അത് തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ ബാക്കിയുള്ള പാലക്കയില ഇതേപോലെ തന്നെ മാവിൽ മുക്കി വറുത്തെടുക്കാം.